മൃഗശാലയിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു ഇത് വീണ്ടും ഇതിനെ വനമേഖലയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് വീണ്ടും എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംശയമുണ്ടോ? ഞങ്ങൾക്കുള്ള സംശയമൊന്നുമില്ല. ഇതിൽ രണ്ടെണ്ണം കാണാൻ സാധ്യതയുണ്ട്. ഇത് ഒന്നേ പിടിച്ചിട്ടുള്ളൂ. ഇനി ഒരെണ്ണം കൂടി ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ചിറ്റാർ നീലിവില എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ആ മേഖലയിൽ നിന്ന് പാസിങ് കളഞ്ഞത്. ഇനി വീണ്ടും ഇതല്ല, ഇപ്പൊ വന്നില്ല കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ കാണും. സംഭവം ഉണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് അല്പം ആശ്വാസമായില്ലേ? ആശ്വാസം ഞങ്ങൾക്കായില്ല. ദേവിയത് ഇവിടെ എങ്ങും വിടല്ലേ, നിങ്ങൾ ദൂരെ കൊണ്ടുവിടണം. ഞങ്ങളൊക്കെ തന്നെയാ കിളവികള്. എനിക്ക് 2 ദിവസം വെള്ളമില്ല. എനിക്ക് വെള്ളം കുത്തി വിടണമെങ്കിൽ വലിയ കാട്ടിൽ പോകണം. എനിക്ക് വെള്ളം കുത്തി വിടാനും പോകാൻ പേടിയാ. അതുകൊണ്ട് ഇവിടെ എങ്ങും ഇടാതെ ദൂരെ കൊണ്ടുപോയി വിട്ടേക്കണം. മൃഗശല്യം കാരണം വെള്ളം എടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാ. കാട്ടിൽ വിട്ടാൽ പിന്നെയും നാട്ടിലേക്ക് വരും. അതുകൊണ്ട് ദേവിയത് നിങ്ങൾ നാട്ടിൽ വിടരുത്, കാട്ടിൽ കേട്ടോ. ഇപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ആശ്വാസമായി എന്ന് പറയുന്നു. പക്ഷേ ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിന്റെ വനമേഖലയിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവിടരുതെന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ഏറെ ആശങ്കയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും പെരിയാർ ടൈഗർ റിസർവ് ഇവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലാൻ കഴിയും. കക്കി ഗവി മേഖലയാണ്. ശാശ്വതമായിട്ട് ഈ ടൈഗറിനെ അതിനുള്ളിൽ തന്നെ വളർത്താൻ ഉള്ളൊരു സംവിധാനമാണ് ഇന്ത്യ ഗവൺമെൻറ് ഒരുക്കേണ്ടത്. അതിന് ശാസ്ത്രീയമായ രീതിയിലുള്ള വേലികൾ തീർത്ത് അവിടെ നിന്ന് കടുവ പുറത്തേക്ക് ഇറങ്ങാത്ത രീതിയിൽ പെരിയാർ ടൈഗർ റിസർവിനകത്ത് തന്നെ കടുവ ഉദ്യാനമാണെങ്കിൽ അവിടെ അതിനെ എല്ലാവിധമായ സുരക്ഷയോടും കൂടി അവിടെ അതിനെ വളർത്തണം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യും? ഓർക്ക് ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരു കിണറിനകത്താണ് വീണത്. അപ്പോൾ ദേശീയ കടുവ ഉദ്യാനം എന്ന് പറയുമ്പം അവിടെ അതിനെ വളർത്താൻ അവർ ശ്രമിക്കണം. അത് ഇന്ത്യ ഗവൺമെൻറ് അതിന് വേണ്ടുന്ന പദ്ധതികൾ ഒരുക്കണം. അതാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ പറയുന്നത് ഇപ്പോൾ പിടിയിലായിട്ടുള്ള കടുവയെ അതിനെ വനമേഖലയിൽ തന്നെ തുറന്നു വിടുകയാണെങ്കിൽ ഒരുപക്ഷെ അത് വീണ്ടും ഈ ഗ്രാമീണ മേഖലകളിലേക്ക്, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രവീൺ, നമ്മൾ കൂടുതൽ ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും എത്താം. എന്തായാലും ആ കിണറ്റിന് പുറത്തേക്ക് കടുവയെ എത്തിക്കുക, കടുവയെ കൊണ്ടുപോവുക എന്നുള്ള ശ്രമകരമായ ദൗത്യം പൂർത്തിയായിരിക്കുകയാണ്. പക്ഷേ ആ പ്രദേശവാസികൾ ഒരുപാട് പ്രതിസന്ധികളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്.